വണ്ടി ആകെ ചൂടെ കൊണ്ട് ഇവിടെ ഒരു ചുരത്തിന്റെ തുടക്കത്തിലാണ് നിൽക്കണേ. വണ്ടിയുടെ സിറ്റുവേഷൻ പിന്നെ പിന്നെ വഷളായി കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ലോറിക്കാരനോട് വണ്ടി നിർത്തിപ്പിച്ചിട്ട പ്രശ്നം എന്താ ചോദിക്കാൻ വേണ്ടിട്ട്. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങള് കൊടൈക്കനാലിന്റെ സെക്കൻഡ് ഡേയ്സ് ആയിട്ട് ഇപ്പോൾ ഇവിടെ രാവിലെ ഇപ്പോൾ അവിടെ നീച്ചിട്ടുള്ളൂ. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഇവിടെ ഇരുന്ന് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആട്ടോ. ഇപ്പൊ സമയം ഏകദേശം 7 മണിയായിട്ട് 17 ഡിഗ്രി സെൽഷ്യസ് ആണ് നോക്കുമ്പോൾ കണ്ടത് ഗൂഗിളില്. സൂര്യൻ അവിടെ ഉദിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഇതൊക്കെ ഇന്നലെ രാത്രിയാണ് കാണിച്ചതുകൊണ്ട് വലിയ ക്ലിയറൊക്കെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്താ ഞങ്ങൾ ഇവിടെ ഇരുന്നു. മലയാളി ചെക്കന്മാര് റഷ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ പ്ലാന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പൂക്കാലൊന്നും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ ബ്ലോക്ക് കാരണം അത് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഫസ്റ്റ് പൂക്കാലടിക്കാനാണ് പ്ലാന്. ഇനി അവിടെ ബ്ലോക്ക് എന്താ പാടൊന്നും അറിയില്ല. കയറി പോവാ. ഇന്ന് ഇടയ്ക്ക് ഇന്നലത്തെ മാതിരി ഇനിയിപ്പോൾ ഒരു പ്ലേസ് തന്നെ കാണാൻ പറ്റുമെന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ വഴി കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങളെ ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി ഞങ്ങളെ നെക്സ്റ്റ് പ്ലാന് പൂക്കാല്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 10 സംതിങ് കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കറക്റ്റ് അറിയില്ല. അതിൻ്റെ മുമ്പേ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ലഗേജ് ഇട്ടത്. ഇതിൻ്റെ മാത്രം ലഗേജ് ഫുള്ള് പിക്ക് കാര്യങ്ങളൊക്കെ അടിക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇത് കോസ്റ്റ്യൂംസ് ആണ്, പക്ഷെ നടന്നില്ല. മൂസി ഇതാ ഇന്റെ ക്രോക്സ് ഇട്ടിട്ട് നടക്കണേ. ഓൻ ഷൂടാതെ വന്നിട്ട് ആടി ഓരോരുത്തരെ റെന്റിന് മേടിച്ചടക്കാം. അസ 2 ബാഗ് കൊണ്ടാ വന്നിക്കണേ. ഇവിടെ ഈ ഒരു റിസോർട്ടിനെ പറ്റിയിട്ട് എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടൂല. ഇവിടെ കുടിവെള്ളം കിട്ടൂല. പിന്നെ വൈഫൈ ഇല്ല, റേഞ്ച് ഇല്ല. പിന്നെ ഫുഡിന്റെ കാര്യത്തില് എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരണമെന്നുള്ളവർക്ക് വരാം. എവിടെയില്ല, പൂണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഇത് തന്നെ കാണാം. റോഡ് സൈഡിൽ നിന്ന് നോക്കിയാൽ നേരെ കാണും. ബെഡ്റൂമിന്റെ കാര്യത്തിലേക്ക് ഒക്കെ കുഴപ്പമില്ല. പക്ഷെ കുളിക്കുമ്പോ ചൂടുവെള്ളം ഉണ്ട് പറഞ്ഞു. സാധനം ഉണ്ട് അവിടെ, ഷോക്ക് വെച്ചിക്ക. ഇന്ന് പോയി തണുത്ത വെള്ളത്തിൽ കുടിച്ചിട്ട് പോരുന്നു. ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ കുഴപ്പമില്ലാതെ നടക്കും. കാർക്ക് പോണ വഴിയായിട്ടേക്കാണ് കിതച്ചു സാധനമൊക്കെ പടി വെച്ചിട്ട്. ഇന്നത്തെ ഫസ്റ്റ് കിട്ടിയ പണി വണ്ടി ഓണാവണില്ല. തണുത്തിട്ടാ ആയോ? ആവുണ്ട്. പട്ടി മൂത്രയിച്ചിക്കാണേ. പട്ടി മൂത്രയിച്ചിക്കണ ടയർമേ. കറക്റ്റ് അസന്റെ വണ്ടിക്ക് തന്നെ തോന്നി പട്ടിക്ക് വന്ന് മൂത്രയിക്കാൻ. അപ്പൊ ഞങ്ങളങ്ങനെ പൂണ്ടിയിൽ നിന്ന് വിട പറയുക കേട്ടോ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടോ. കൂക്കാർക്ക് പോണ റൂട്ടിൽ തന്നെ ഒരു മലയാളീസിന്റെ മലബാർ ബിരിയാണി എന്നുള്ളൊരു മെസ് ആൻഡ് കഫേ എന്നുള്ള ഷോപ്പ് കേട്ടോ. ഇവിടെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, കബാബ്, തന്തൂരി നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പോയോക്കാം. എന്താ നമ്മൾ ഓർഡർ ചെയ്തിരിക്കണേ? പുട്ടാണ്. ഇത്രയും പേര് കണ്ടിട്ട് എഴുതിച്ചിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും. ചിക്കൻ അടിച്ചില്ല. ചിക്കൻ ഉച്ചക്ക് മാറ്റി വെച്ചു ഞങ്ങൾ കേട്ടോ. നല്ല സോഫ്റ്റ് ചൂട് കോഫി കേട്ടോ. നമ്മുടെ റീൽസിലൊക്കെ കാണൂലടാ കോഫി ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ ആക്കണേ. ഓനെ ആക്കിയതാ തോന്നിട്ടത്. നല്ല നൈസ് മോഡലല്ലേ. അപ്പൊ ഗൈസ് ഞങ്ങളങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. അപ്പൊ നേരെ ചെന്നപ്പോ ഇതിന് അടുത്ത പ്രശ്നം ഇവിടെ 2 ആൾക്കാർക്ക് ഈഗോ വണ്ടി മാറി കൊടുക്കാൻ. ഇവിടുത്തെ ആൾക്കാർക്ക് ആദ്യം നമ്മളിവിടെ വന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു. ഇവിടെ ഈ ഹോട്ടലോക്കടാ സംഭവം പ്രകൃതി രമണീയായിട്ട് സെറ്റാണ്. രമണിയോ?
അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ഇതാ പൂണ്ടിന്ന് ഇപ്പോൾ കുറേ പോകുന്നു. ഇപ്പോൾ പൂമ്പാറയുടെ അവിടെ എത്തിയിട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളിൽ ഇവിടുന്ന് പൂമ്പാറയ്ക്കില്ലേ. അപ്പോൾ പൂമ്പാറയ്ക്ക് ഞങ്ങൾ പോകണില്ല, പക്ഷെ ആ റൂട്ട് കൂടെ തന്നെയാണ് ഞങ്ങൾ ഈ കൂക്കാലിക്കും പോവുക. അപ്പോൾ ഈ കൂക്കാലിക്ക് പോണ വഴിയിൽ നല്ലൊരു സെറ്റ് ഒരു വ്യൂ ഉണ്ട്. ഇവിടെ കാണിച്ചില്ല, ഫുള്ള് ഇവിടുത്തെ ഗ്രാമത്തിലെ ഓരോ വീടുകൾ കാര്യങ്ങൾ. നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോയാൽ കാണും ഇതേപോലെ ഒരു വ്യൂ, ആ റേഞ്ച്. പിന്നെ ഈ ഒരു സൈഡിൽ കുറേ ടെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ട്രാവലേഴ്സിന് സ്റ്റേ അടിക്കാൻ പറ്റിയ കുറേ സെറ്റപ്പ്. ജസ്റ്റ് അവിടെയാണ് ഒരുപാട് ആൾക്കാർ കൂടി നിർത്തി വ്യൂ നോക്കുക. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കി നോക്കാം. ഇത് കാണുന്ന ഭാഗത്തുനിന്ന് കേട്ടോ എല്ലാവരും വണ്ടി നിർത്തി, ഇതൊക്കെ ഇത് കാണാൻ വേണ്ടി നിർത്തിയവരാ കേട്ടോ. ഇവിടെ നിന്നിട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കണേ. ഇതെന്താടാ, വെളുത്തുള്ളിയോ? വെളുത്തുള്ളിയൊക്കെ ഇവിടുത്തെ വ്യൂ, പൂമ്പാറ വ്യൂ, പൂമ്പാറ വ്യൂ എടുത്തിട്ട് ഇതൊക്കെ ഇത് ടെന്റ് ആട്ടോ, സ്റ്റേ അടിക്കണേ. നമ്മള് റൂം എടുത്ത് അങ്ങനത്തെ അതെ ഏകദേശം അതേപോലെ വ്യൂ ഉണ്ടല്ലോ. അതിൽ കൂടെ നമ്മൾ വന്നു. ഇതാ റോഡ്. ഇവിടെ ഒരാള് സുഖമായി കടന്നുറങ്ങി. അപ്പൊ ഗൈസ് ഞങ്ങള് കൂക്കാലേക്ക് വന്നുകൊണ്ടിരിക്കണ ഈ ഒരു വഴിയിൽ തന്നെ ഫോണിക്ക് റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഒറ്റ റോഡിലാണ് പിടിച്ചു. ആകെ ഈ പൂണ്ടിന്ന് 14-16 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു കണക്കിൽ ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് പോന്നപ്പോ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് പൂക്കാലിന്റെ ബോർഡ് എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും കണ്ടില്ല. പിന്നെ റേഞ്ചിൽ മാപ്പ് നോക്കിയാൽ റേഞ്ചില്ല. നേരെ പോന്നപ്പോ നേരെ ഇവിടെ കൊടൈക്കനാൽ എത്തിപ്പോ റോസ് ഗാർഡന്റെ അവിടെ പൂക്കാല് പോയി. പൂക്കാല് കാണാൻ പറ്റില്ല, റേഞ്ച് ഇല്ലാത്ത നല്ല അടിയടിക്കുന്നുണ്ട്. മാപ്പിൽ നോക്കാനും പറ്റൂല, ഫോൺ വിളിച്ച് അറിയുന്നവരാരെങ്കിലും ചോദിക്കാനും പറ്റൂല. പിന്നെ റോഡ് സൈഡിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പോലീസ് ആട്ടും ചെയ്യാം. ഒന്ന് പോലീസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇങ്ങനെ കാണിക്കും. വണ്ടി പോകുന്നതിന്റെ ഇടയിൽ ഇവിടെ റോഡ് സൈഡിൽ ഒരു ഫ്രൂട്ട്സ് കട കണ്ടപ്പോ കയറി. എന്താ പഠിക്കണേ? സാമ്പിൾ വന്നതാ. എന്താണ്? മുസംബിയോ? ഓറഞ്ചാണ്. കിലോ 100, കാലിന് 1 കിലോനല്ല, കാലിന്. നല്ല മധുരം കിട്ടോ. സീരിയസ് ആണല്ലോ. എത്രയാണ്? ഞാൻ 100 രൂപയ്ക്ക് മേടിച്ചാലോ? അക്ക ഒരു പീസ് കൂടി തരുമ്പോ പ്ലീസ്. കിലോ എത്ര പറഞ്ഞേ? 100, കാലിന് 100, 250 ഗ്രാമിന് 100 റുപ്യ. കൂടുതലാണ്. അല്ല പിന്നെ മറ്റേ 150, നമ്മുടെ നാട്ടിൽ 60. ഹസനെ വിളിക്കുമ്പോ കുറച്ച് അക്ക ഞങ്ങളെ ബലപേശനാണോ വരുന്നത് കേട്ടോ. ഈ ഓറഞ്ചില്ലേ, നമ്മുടെ നാട്ടിലത്തെ ഓറഞ്ച് മരത്തുമ്മ വരുന്നു, ഇത് വള്ളിയിലുണ്ടാവണ ഒരു പറഞ്ഞ കേട്ടോ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് കൊടൈക്കനാല് ലേക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മറ്റോടത്തേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ പോണ വഴി ഇപ്പൊ ആകെ കുറച്ച് നല്ല സ്പോട്ടൊക്കെ ആയിട്ട് കൊടൈക്കനാൽ ലേക്ക് തന്നെ ഉള്ളൂ. പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ സോങ്സിലൊക്കെ കൊടൈക്കനാൽ ലേക്ക് ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ കൊടൈക്കനാൽ ലേക്ക് കൂടി കണ്ടിട്ട് നേരെ ഇനി തിരിക്കുകയാണ്, നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് എറണാകുളം പോകും. വെറുതെ കുറെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ പിന്നെ നേരെ കൊടൈക്കനാൽ എറണാകുളത്ത് പോവാട്ടോ. അപ്പൊ ഇവിടെ ചെറിയൊരു ഷോപ്പ് പർച്ചേസ് ചെയ്യാൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുമ്പിൽ നിൽക്കണത് ഇവിടെ ഒരു പെണ്ണിനെ കണ്ടിരിക്കണം. അപ്പൊ അതിനെ നോട്ടത്ത് നിൽക്കുകയാണോ കണ്ടില്ലേ, വിളിച്ചു വരുന്നു. ന്യൂസ് തെറ്റിയിരിക്കുകയാണ്. മാപ്പ് നോക്കിയിട്ട് ചീത്ത പറയാറിട്ട് തെറ്റി കിടക്കുക. മറ്റേ തെറ്റി വന്നിട്ടേ ഫുഡ് എന്തെങ്കിലും വേണോ വെച്ചപ്പോ വേണ്ട, ഞാൻ പോവാണ് എന്നിട്ട് പോയിക്കും. ഒഴിഞ്ഞ് കിടക്കണത് ഒരു 19 ടച്ച്. ഇവിടെ ഇക്കൊരു ഓറഞ്ച് ഈ 2 കേട്ടോ. 19 മുട്ടൈകള്. വീഡിയോ എടുത്ത് 50 റുപ്യ തരാം. ഓരോ നാട്ടിൽ നിന്ന് ഓന്റെ ഞാൻ ഓനെ കളിയാക്കിയാണ്, മനസ്സിലായില്ല. ഇജും പൊട്ടനാ, കടക്കാരനും പൊട്ടനാ. ഒരു ഓറഞ്ച്. ഞങ്ങള് ലേക്കിന്റെ അങ്ങോട്ട് എത്തിട്ടോ. ഈ കണ്ണാണ് അവിടെ തിരക്ക് നോക്കേ, നല്ല തിരക്കുണ്ട്. ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറാൻ വിചാരിച്ചിരുന്നു, ഇനിയിപ്പോ അത് നടക്കുന്നതാണ്. ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. മിനി റൗണ്ട് 100, 1/2 കിലോമീറ്റർ 200,
1 കിലോമീറ്റർ 300 വെച്ചിരിക്കണം ഒരാൾക്ക്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേറിയൊക്കെ കേട്ടോ അതിൻ്റെ ഉള്ളിക്ക്. അഥവാ എങ്ങാനും ബിരിയാണി കൊടുത്താലും എന്ത് എടുക്കില്ലേ? കിട്ടുമോ? ഇതാവൂലേ? ലേറ്റ് ആവോ? ലേറ്റ് ആവുന്നില്ല. എന്നെടുക്കാം, ഇഷ്ടംപോലെ ഉണ്ട്. എന്നെടുക്കാം. ഞങ്ങള് പെഡൽ ബോട്ട് എടുത്തിട്ടോ. ഇതെന്താ ചെറിയ കുട്ടികളോ? ഇത് മതി, രസമാണ്. ഇതൊന്ന് പിടിച്ചിടാ. ഞാൻ ഇതിപ്പോ പൊട്ടിച്ചാടോ? ഇതിപ്പോ പൊട്ടിച്ചോ? ഞമ്മക്ക് എന്താണ് റീഫണ്ട് കിട്ടുമല്ലോ? നമ്മള് മാത്രം അതോ വേറെ? നമ്മള് മൂന്നാളും അല്ല, ഇവിടുത്തെ ആളുണ്ടാവും. നമ്മള് മൂന്നാളും. എടാ ഒരു സെൽഫി പഠിപ്പിച്ച. ഇവരെന്തൊക്കെയാ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷിന്റെ കാര്യത്തിൽ എന്തൊക്കെയാ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചിട്ടുണ്ട്. ഇതിന് ഏജൻസി ഉണ്ട്, ഓര് നടത്തണ ഈ സംഭവം. എന്നിട്ട് ഓലിക്ക് 600 കൊടുത്തിട്ട് 300 റിട്ടേൺ കൊടുക്കുക ചെയ്യാം. അപ്പൊ ഇവിടെ നൈസിൽ ഇവര് പണിക്കാരാണ്. ഇവര് നൈസിൽ പൈസ മേടിച്ചിട്ട് ഇടാ, പോക്കറ്റ് ഇടാ. ആ പോക്കറ്റ് 300 മേടിക്കാം. 300 മേടിച്ച് പോക്കറ്റ് ഇടാ. ഇനി ഇവർക്ക് ഇപ്പൊ എന്താ വെച്ചിട്ടാ ഈ 300 ഇവർക്ക് കിട്ടും. ഓരോ പോക്കറ്റ് കിട്ടും. ചെക്കന്മാരാകുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ, ഫാമിലി മനസ്സിലായോ? അപ്പൊ മുമ്പ് കുന്തിയാ മതിടി. ഞാൻ കിട്ടും. എന്നിട്ട് ഈ പോക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവര് നമ്മളെന്താക്കും ഇതേ സമയത്ത്. എന്നിട്ട് നമ്മളിപ്പോ ഞാൻ അവിടെ പോയിട്ട് എന്ത് പറയണമെന്ന് അറിയോ? ഞങ്ങളെ ടിക്കറ്റ് വള്ളത്തിൽ പോയി എന്ന് പറയണത്. ചോദിച്ചു കഴിഞ്ഞാല് തിരിച്ചിറങ്ങുമ്പോ ഇത് ഈ സാധനം അങ്ങോട്ട് കൂടെ തിരിക്കേ. രണ്ടെണ്ണന്മാരല്ലേ പഠിച്ച വണ്ടിക്ക് ഡ്രൈവറാക്കി. ബാക്കിക്ക് അല്ല അങ്ങോട്ട് ഇക്ക് പിന്നെ ചവിട്ടാനും പറ്റില്ല. ഞാൻ അങ്ങനെ ഇരിക്കണേ 3 എന്റെ PVC കണ്ണടാണ് എറി ഞാൻ ആ വെള്ളത്തേക്ക്. അവിടെ ഒരു ചങ്ങായി ഐസ്ക്രീം കൊടുക്കണിട്ട് ഈ ബോട്ടിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിലേ ഞങ്ങൾ എക്കച്ചക്കായിട്ട് വണ്ടി തന്നെ ഓടുന്നു. ഫ്രീ ആയിട്ട് തരും. കുറച്ചൊന്ന് മെനക്കെടാൻ അത്ര ഇല്ല. ഇവിടേക്ക് എത്തിപ്പെടാൻ തന്നെ ഞങ്ങൾ എന്തോ പാട് വിട്ടുക്കണം. ഇനി അതിന്റെ ഇടയിൽ കൂടെ ഞാൻ അയാളുടെ ഇത് കൂടിയും പോയിട്ടോ. ഞാൻ പറഞ്ഞു ഇവർ രണ്ടാളും മരിച്ച് ചവിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടാ ഞങ്ങള് നേരെ ഓപ്പോസിറ്റ് 2 പെണ്ണുങ്ങളെ കണ്ടുപോകും. അതാ കാണുന്നു. ക്യാമറ ഉണക്കിയപ്പോ 2 ഏതാ ആൾക്കാർ മൂസി ഒന്ന് കൈ കാണിച്ചെടുത്തത്. കൈ കാണിച്ചെടുത്തു അവർക്ക് കൈയാട്ട്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? പെണ്ണുകൾ അങ്ങോട്ട് പോയടാ. ഏതാ 2 വെച്ചിട്ടാ ക്യാമറ ഓണാക്കി കഴിഞ്ഞാലേ അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് ഇറങ്ങാനെത്തിട്ടോ. 1/2 മണിക്കൂറുള്ളൂ ഒരു ടീമിന് ഉണ്ടാവും കേട്ടോ. 1/2 മണിക്കൂർ. ഇവിടുത്തെ ക്യാമറമാൻ എന്നെ കാണിച്ചു കൊടുക്കും. ഇവിടുത്തെ 2 ക്യാമറമാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടോപ്പസ്റ്റ് ക്യാമറമാൻമാരാണ്. പൊട്ടന കേരള അല്ല, കേരളത്തിന്റെ ഞാൻ പറയും. സംഭവം വലിയ കാര്യമായിട്ടില്ല, തിരക്കൊന്നുമില്ല കേട്ടോ. കുറെ ബോട്ടുകൾ ഉണ്ടാവുമ്പോഴേ പെട്ടെന്ന് ആൾക്കാർ പോയി വരും. ഐസ്ക്രീം അടിച്ചാലോ? ഐസ്ക്രീം അല്ലേ പറഞ്ഞു 30 40 രൂപ. ഐസ്ക്രീം അടിക്കണ്ടോ? വിലയാണ് ചോദിച്ചു നോക്ക്. അങ്ങനെ കട ഇതിന് മേടിക്കാം ഡീസിന്. പാർട്ടി വരും 40 വരും. അത് 40 വരും. 40 രൂപ. 30 രൂപക്ക് 3 ആൾ മേടിക്കാം. 10 രൂപയ്ക്കുള്ളത് അണ്ണാ 10 രൂപക്ക് ഉള്ള അണ്ണാ. ഈ പൊട്ടിയത് ഞങ്ങൾ എടുക്കാം, അത് കുഴപ്പമില്ല. ഞങ്ങള് ഇവിടെ മാർക്കറ്റിന്റെ കൂടെ വന്നപ്പോ ഇവിടെ ചെറിയൊരു പാർക്ക് ആണ് കേട്ടോ. ബ്രാൻഡ് ഉണ്ട്, വായിക്കാറില്ല. 30 രൂപ ടിക്കറ്റ്. 100 ഒന്നുമില്ല, കുറച്ച് ചെടികളൊന്നും. അവിടെ പോയി ഇരിക്കുക, നല്ല കളക്ഷൻ ഉണ്ടാവും. കളക്ഷൻ ഒന്നും ഉണ്ടാവില്ല അണ്ണന്മാരെ. നിങ്ങൾ രണ്ടും നടന്നു. ഇവരവിടെ കളക്ഷൻ ഇല്ല പറഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കുക. ഇനി നാട്ടിൽ പോവാ ഇനി എറണാകുളത്തൊന്ന് പോയി അവിടെ കുറച്ച് പിക്കടിക്കാം. ഞങ്ങള് പോവാൻ നിൽക്കുന്നു കേട്ടോ. അവിടെ കോട ഇറങ്ങിയിട്ടുണ്ട്, നോക്കിയൊക്കെ. ഇപ്പൊ തുടങ്ങിയത് സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ.
ആ സൈഡിൽ നിന്നൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഉള്ളിൽ കയറാം. അപ്പൊ നിങ്ങള് കളക്ഷൻ ഇല്ല പറഞ്ഞിട്ട് ഞങ്ങള് നേരത്തെ പോയപ്പോ അസനി ചോക്ലേറ്റ് കടയിൽ ഒരു പെണ്ണിനെ ഇഷ്ടമായി പറഞ്ഞില്ലേ. ഞങ്ങള് വണ്ടി ഇവിടെ നിർത്തിയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോ ഇവരെ ഞങ്ങളെ വിളിച്ചിക്കുക. നിങ്ങൾ ഞങ്ങളെ വീഡിയോ എടുത്തിരുന്നില്ല, ഞങ്ങൾ കണ്ടു പോസൊക്കെ ഇട്ട് നിന്ന് പറഞ്ഞിട്ട്. എന്റെ പേര് പറയണേ എന്റെ കാര്യം എന്റെ പേരല്ലേ പറയുന്നുണ്ട്. എന്നിട്ട് ഓര് ഞങ്ങക്ക് പ്രൈസ് ഒക്കെ കുറച്ച് തരാം, വീഡിയോ എടുത്ത് തരണം കേട്ടോ. അപ്പൊ നിങ്ങളാരെങ്കിലും ഈ കൊടൈക്കനാൽ നമ്മൾ ഈ ലേക്കിന്റെ അതുവരെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് സാധനം മേടിച്ചോ. പ്രൈസ് നമ്മളെ പേര് പറഞ്ഞാൽ മതി, ഒരു കുറച്ച് തരും. ഹസന്റെ കുട്ടീനെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഹസന്റെ കുട്ടിയാണ് ഹായ്. അതാണ് ഹസന്റെ കുട്ടി. ഹസൻ പറടാ. ഇൻസ്റ്റാഗ്രാം എടുക്കാ ഇൻസ്റ്റാഗ്രാം എടുക്കാന്നോ? പിന്നെ ഉണ്ടാവും ഉറപ്പല്ലേ? ചോദിക്കടാ. ഇൻസ്റ്റാഗ്രാം എടുക്കാ. ഇൻസ്റ്റാഗ്രാമില് കമ്പനി മറ്റേ അതൊന്നും നടക്കുന്നുണ്ടാവില്ല. എന്താണ് ഇഞ്ചി ഞാൻ പഠിക്കണേ? ശരി, ഞാൻ വിചാരിച്ചു അതിന്റെ നമ്പർ പഠിക്കാന്ന്. കൊടൈക്കനാലത്തെ തണുപ്പ് കൊണ്ട് ഭയങ്കര വെയിലായിട്ടോ. അതിന്റെ ഇടയിൽ കൂടെ എന്റെ വണ്ടിയുടെ AC എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിക്കണു. ഞാൻ ആദ്യം ഇവിടെ ഒരു വർക്ക്ഷോപ്പ് കാണിച്ചു കൊടുക്കണം. വണ്ടി AC ഇന്നലെ ഫിൽറ്റർ ഇടയ്ക്ക് ഇപ്പൊ വർക്ക്ഷോപ്പ് തപ്പിയും കൊണ്ട് നടക്കാം. അല്ലെങ്കിൽ എറണാകുളം എത്തുമ്പോഴത്തേന് ആകെ കരിഞ്ഞു തുടങ്ങും. ഇവിടുത്തെ ചൂടില് ഈ ഉഡിട്ട നടക്കണില്ല. അപ്പൊ പമ്പിൽ നിർത്തി മാറാൻ വേണ്ടിട്ട് നടക്കണില്ല. ഭയങ്കര വണ്ടിക്ക് AC കംപ്ലൈന്റ്. ഡ്രസ്സൊക്കെ മാറിട്ടോ. മറ്റൊരു ന്യൂസിന്റെ ഒരാള് പറയില്ലേ, പാലക്കാട് വന്നു കഴിഞ്ഞാൽ കുളിക്കും, പിന്നെ വേർത്തിട്ട് കുളിക്കും. അപ്പൊ അതേ അവസ്ഥ. ബാക്കിലെടുത്ത കാണില്ലേ, കുപ്പായം വരെ ഇട്ടിട്ടില്ല. അങ്ങനെ വണ്ടിയുടെ AC കംപ്ലൈന്റ് നോക്കാൻ വേണ്ടി നോക്കി അവസാനം ഒരു വർക്ക്ഷോപ്പ് കിട്ടിട്ടോ. അരുൺ മോട്ടോഴ്സ്. വണ്ടി ആകെ ചൂടായി കൊണ്ട്. ഇവിടെ എന്തോ ഒരു വെള്ളത്തിന്റെ ഇത് കാണാണ്ട്. ഇവിടെ വണ്ടി നേരാക്കുമ്പോ വന്നപ്പോ ഇവിടെ ഒരു കാഴ്ച ഉണ്ടോ കേട്ടോ. ഫുള്ള് ആടുകള്. ചെറിയൊരു ചെക്കനാണെങ്കിൽ നോക്കുക. ഇത്രമാതിരി ആടുകളൊക്കെ. വണ്ടിയുടെ നിലവിൽ ഇപ്പൊ പ്രശ്നം, വണ്ടി ഒന്നാമത് ചുരവും നല്ല പോക്ക്. ഈ ഹൈവേ കൂടെ നല്ല 150 ആ റേഞ്ചൊക്കെ നല്ല പെടപെടച്ചിരുന്നു. പിന്നെ ചുരവും കാര്യങ്ങളൊക്കെ കയറിയോണ്ട് വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല. ഫുൾ ഓട്ടായതുകൊണ്ട് വണ്ടി നല്ല രീതിക്ക് ചൂടായിരുന്നു. അപ്പൊ മറ്റോ മീറ്ററിൽ നോക്കാനും പറഞ്ഞു ടെമ്പറേച്ചർ. അപ്പൊ വണ്ടി ഫുള്ള് ടെമ്പറേച്ചറിന്റെ സൂചിയൊക്കെ ഫുള്ളായി ചോപ്പക്ക് ചാടി കിടക്കണ്ടായിരുന്നു. ഇയാള് പറഞ്ഞു നോക്കണ്ടേ, വണ്ടി നല്ല ചൂടായിക്കുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ കൂളന്റിന്റെ ഇതിലെന്തോ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ വണ്ടി ഇനി ഓടൂല, എന്തൊക്കെ കുറെ എന്താ എഞ്ചിൻ മാറ്റണം, എഞ്ചിൻ പണി വന്നിട്ടുള്ള ഇവര് പറയുന്ന കേട്ടോ. നമുക്കറിയില്ല, ഒന്നാമത് നമ്മളെ നാട്ടുകാരും കൂടി അല്ലാത്തതുകൊണ്ട് ചാമ്പലുണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പൊ നാട്ടിലത്തെ ഒരു വർക്ക്ഷോപ്പേരൻ പറഞ്ഞപ്പോ 50 കിലോമീറ്റർ ഓടിയിട്ട് നിർത്തി വണ്ടി ജസ്റ്റ് ഒന്ന് കൂളി മീൻസ് വണ്ടി ചെക്കന്മാരെ നോക്കുന്നത്. ഇവിടുത്തെ വീഡിയോ എടുക്കുമ്പോ നോക്കാം ഇവിടുത്തെ പണിക്കാരെ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് പണി എടുക്കണില്ല, ഇവിടെ നാട്ടിൽ നിന്ന് പണി എടുക്കാൻ. അപ്പൊ വണ്ടി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഓവറായിട്ട് വണ്ടിനെ ചൂടാക്കിക്കാതെ ഒരു 50 കിലോമീറ്റർ പോവുക, വണ്ടി ഒന്ന് തണുപ്പിക്കുക, പിന്നെ 50 അങ്ങനെ ഇപ്പൊ എറണാകുളം വരെ മുട്ടിക്കാനിപ്പോ പ്ലാന്. ചാർജ് തെറ്റിക്കുന്നു, അതെങ്കിലും നടന്നപ്പോ വന്നോണ്ട് ഉപകാരം. ஹெட்டதான் கழட்டி சர்வீஸ் பண்ணி ஆகணும். அப்பதான் இது வந்து கண்டிப்பா அரெஸ்ட் ஆகும். சரிங்களா? ஒன்றும் பண்ண வேண்டாம். நீங்க வண்டி எத்தனை ரூபா செலவாகும்? செலவு நம்ம கழட்டி பார்த்தா தானே தெரியும். உங்க நம்பர் அதா? இல்ல நம்ம சொல்லுங்க. എന്താ പറഞ്ഞു? ഓനത് അയച്ചു നോക്കണം, അയച്ചാലേ അറിയുള്ളൂ എത്ര കംപ്ലൈന്റുകളൊക്കെ. എഞ്ചിൻ മണിക്കല്ലേ? അല്ലടാ, നമ്മളെ നാട്ടിലെ വെച്ച് അങ്ങനെയൊക്കെ തന്നെ. എന്തായാലും 50 കിലോമീറ്റർ വെച്ചിരിക്കുന്ന വണ്ടി വിടുക, കുറച്ചേരം ഇങ്ങനെ ചായ കുടിച്ചിട്ട്. പക്ഷെ ഇവര് സ്വഭാവം നല്ലതായിട്ട് ഞങ്ങൾ പോകുമ്പോ ഒരു നമ്പർ തന്നു ഞങ്ങക്ക്.
എന്തേലും എവിടെയൊക്കെ വെച്ചിട്ട് പ്രശ്നം വരാണെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ ഈ നോക്കിയതിന് പൈസ ഒന്നും ആരും മേടിച്ചിട്ടില്ല. നല്ല സ്വഭാവക്കാരാണെന്ന് പറയാം, എന്താ അറിയില്ല. ഇൻഷാ അല്ലാഹ് കാണാം നാട്ടിലെത്തിക്കഴിഞ്ഞാ. ഇവിടുന്ന് ഏകദേശം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ കൊച്ചിക്ക് 4.5 മണിക്കൂർ ഓട്ടം കിട്ടും, 176 കിലോമീറ്റർ. ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വണ്ടി നീക്കി കൊണ്ടുപോകണം. നാട്ടിലത്തെ ഇവന്റെ അറിയുന്ന ഒരു വർക്ക്ഷോപ്പേനെ വിളിച്ചതാട്ടോ. വണ്ടി ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് വർക്ക്ഷോപ്പിന് കുറച്ച് മുമ്പേക്ക് നിർത്തിയിട്ട് അയാൾക്ക് കാണിച്ചെടുക്കാൻ വേണ്ടിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കാല്ലേ? അല്ലേ, ടെമ്പറേച്ചർ നല്ല ഫുള്ളായിരുന്നു. ഇപ്പൊ ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ കുറച്ച് വെള്ളം പോയിട്ടുണ്ട്, അത് ഒഴിക്കണോ? ഫുള്ള് ക്ലോസ് ചെയ്തു. ആ എന്താ പറയണേ? ഇപ്പൊ ഇത് കുഴപ്പമൊന്നുമില്ല. എന്താ അടുത്തൊരു വർക്ക്ഷോപ്പിനെ പോയി കാണാം. വർക്ക്ഷോപ്പിൽ പോയിട്ട് അവരുടെ ഈ ലീക്ക് മാത്രം തീർത്തരാൻ പറയാം. ലീക്ക് തീർത്തു വന്നു കഴിഞ്ഞാല് ഒരു പ്രശ്നമല്ല. വെള്ളം ടെമ്പറേച്ചർ പകുതിയിലധികം കൂടാൻ നോക്കാം. പിന്നെ അടുത്ത വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കണം കേട്ടോ. എടാ വണ്ടി ഇവിടെ ഫസ്റ്റത്തെ 50 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വണ്ടി നിർത്തിയിട്ട് കേട്ടോ, വണ്ടി ഒന്ന് തണുക്കാൻ വേണ്ടിട്ട്. അവിടെ ഓക്കെ അവസ്ഥ പല പ്രേതബാധ പിടിച്ച് പോയ അടപ്പളങ്ങളൊക്കെ യാതടോ. ഇവിടുന്ന് വണ്ടി മൊത്തത്തിലൊന്ന് തണുപ്പിക്കാൻ നിൽക്കുക. ഇനിയിപ്പോ 50 കിലോമീറ്റർ ആക്കണില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി ആക്കിയിട്ട് ഇവിടെ നിന്ന് സമയം കളയണം. ഫോണിലെ ചാർജും ഇല്ല, മൊത്തത്തില് പട്ടിലൊക്കെ. ഞങ്ങളിപ്പോ വീണ്ടും വണ്ടി കുറച്ച് ഓടിയിട്ടോ, ഒരു ചുരത്തിന്റെ തുടക്കത്തിലാണ് നിൽക്കണേ. ഇനിയിപ്പോ ചുരം കൂടിയും കയറണം. 60 കിലോമീറ്റർ ഉണ്ട് ഇത്ര ചുരം തന്നെ. അപ്പൊ ഇനി അത് കഴിഞ്ഞ് വേണം പോവാ. പക്ഷെ വണ്ടിയുടെ സിറ്റുവേഷൻ പിന്നെ വഷളായി കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ലോറിക്കാരനെ അവിടെ വണ്ടി നിർത്തിപ്പിച്ചിട്ട പ്രശ്നം എന്താ ചോദിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അയാൾ ഇറങ്ങി തന്നു. அது அந்த ஒர்க் ஷாப்ல ஏற்றினப்ப அவரு தான் கொஞ்சம் கொஞ்சமா தண்ணி ஊற்றிட்டு போகல. தண்ணி இருக்குது, ஆனா പാതിൽ മേലെ. അതായത് വണ്ടി ഹീറ്റ് വലിയ കുഴപ്പമില്ല. ഹീറ്റ് ഉണ്ട്, പക്ഷെ വെള്ളം പോകണ്ടില്ലേ. അതുകൊണ്ട് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് അയാൾ ഏറ്റവും നല്ല എന്താ പറഞ്ഞേ, കൊച്ചിക്ക് പോകണ പറഞ്ഞപ്പോ അയാൾ എന്താ പറഞ്ഞോ, നിങ്ങൾ റിട്ടേൺ പോവാൻ നല്ലത്, കൊച്ചിക്കൊന്ന് പോവാതിരിക്കാൻ നല്ലതാണ്. അപ്പൊ നമ്മളോട് വർഷാപ്പുകാരൻ പറഞ്ഞ എന്താ വെച്ചിട്ടാ, കുറച്ചിച്ച് വെള്ളം വെച്ചിട്ട് നാട്ടിലെത്തിക്കാൻ നോക്കുന്ന പറഞ്ഞു. അപ്പൊ നാട്ടിലേക്ക് എന്തായാലും എത്തിക്കണം. നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. അതാണ് സംഭവം. ഇനിയിപ്പോ ചുരം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചുരം കയറിക്കൊണ്ടിരിക്കല്ലേ, കയറുമ്പോഴാണ് ഈ ഹീറ്റ് കൂടുക. ഇറങ്ങുമ്പോ അല്ലാതെ ഹീറ്റ് ആവില്ല. എഞ്ചിൻ ഓഫ് ആക്കിയിട്ട് എന്തായാലും നമുക്ക് പോകാനും പറ്റില്ല, അപ്പൊ ബ്രേക്കും കിട്ടില്ല. അപ്പൊ കയറി കെട്ടി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സാധാരണ റോഡാണ്, ഇത് കയറ്റാവുമ്പോഴാണ് ഈ പ്രശ്നം. കയറ്റാണ് സീൻ. ഇരുട്ടായിട്ടോ വണ്ടി ഇപ്പോഴും ചുരം കയറിക്കൊണ്ടിരിക്കുക. ഒരു ചക്കയിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്രണ്ടില് KSRTC, ബാക്കിൽ 2 ഭാരത് ബസ്, അതിന്റെ ഇടയിൽ ഞങ്ങളെ വണ്ടി. 16 എയർപിൻ ഉണ്ട് കേട്ടോ. അതിലിപ്പോ ഞങ്ങള് 9ാമത്തെ എയർപിന്നായിട്ട് കയറി. ഇടിഞ്ഞു പൊളിഞ്ഞിക്കണോക്ക്. ചുരത്തിന്റെ അവിടെ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് പോകുന്നപ്പോ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറന്റ് കണ്ടു കേട്ടോ. അപ്പൊ അവിടെ കയറിക്കാൻ മീൻസ് എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പൊ ഇവിടെ വെച്ച് കയറിക്കാണ്. വണ്ടിയുടെ ചൂടൊന്നും ആറിക്കോട്ടെ വെച്ചിട്ട് ബോണറ്റൊക്കെ തുറന്നിട്ടൊക്കെയാണ്. ഞങ്ങളിപ്പോ ഇവിടെ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ നിന്നിട്ട് വണ്ടി ഒന്ന് തണുത്തോട്ടെ വെച്ചിട്ട്. ഈ അടപ്പ് തുറക്കുമ്പോ മറ്റേ പമ്പിങ് വരുന്നില്ല, നേരത്തെ കണ്ടിരുന്നില്ല, ഒരു സ്പ്രേ മാതിരി വെള്ളം തെറിക്കണ ചൂടായിട്ട്.
അതിലോട്ട് വെള്ളം രണ്ടാമത് നിറച്ചോണ്ടിരിക്കും. ഇവിടെ നല്ല തണുപ്പൊടിയിരിക്കണു, നല്ല കാറ്റുണ്ട്. കൂളിങ്ങിലാണ് കിടക്കണേ. ഞങ്ങൾ എറണാകുളം പോണ വഴി കേട്ടോ. അപ്പൊ ഏകദേശം മൂന്നാറിന്റെ ഇവിടുന്ന് ആകെ കുറച്ച് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ കറക്റ്റ് മൂന്നാർ എത്തി. ഇപ്പൊ തന്നെ കണ്ട ഫുള്ള് തേയില തോട്ടങ്ങളെ സൈഡ് മൊത്തം. ഇവിടുത്തെ റൂട്ട് വൺ സീനാട്ടോ. സൈഡ് ഫുള്ള് താഴ്ചയാണ്. ഒരു സൈഡ് മൊത്തം പാറ, ഒരു സൈഡ് മൊത്തം നല്ല ഹൈറ്റ് ഉണ്ട് പാറക്ക്. മെല്ലെ പോടി കാണില്ല. ഇന്നത്തെ ദിവസം കുറച്ച് അഡ്വഞ്ചർ കൂടിയ ഡൗട്ട്. അപ്പൊ കൈസ് അങ്ങനെ ഇപ്പൊ ഞങ്ങളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഇവിടെ ഷോപ്പ് കണ്ടപ്പോ നിർത്തിയതാണ്. വെള്ളാഞ്ചിറ എന്നിട്ട് അതിന്റെ ബോർഡിന് പേര് എഴുതിക്കണ്. ഈ സൈഡ് മൊത്തം കോട വന്നോണ്ടിരിക്കുക കേട്ടോ. ഞങ്ങള് മറ്റേ നേരത്തെ കണ്ടല്ലോ ചുരം കഴിഞ്ഞിട്ട് വേറെ അതേമാതിരി ഫുള്ള് കാട് പിടിച്ച മാതിരിയുള്ള റൂട്ടുകൾ നിന്നിട്ട് വൺ സൈഡ് പോണ മാതിരി ചെറിയ റോഡ്. ഇപ്പൊ ഈ കാണുന്നതൊക്കെ റൂട്ട് പെട്ടാണ്. പിന്നെ അവിടെ വണ്ടി കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഒരു പാകില്ല. ഒരു മനുഷ്യന്റെ കൂട്ടി ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഒരു വണ്ടി വരും. ആ ഒരു റൂട്ട് കൂടെ എത്ര നേരം വന്നു എവിടെയെങ്കിലൊക്കെ വെച്ച് പെടുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. അതായിരിക്കും വീണ്ടും വെള്ളം നിറച്ചോണ്ടിരിക്കുക. അപ്പൊ കൈസ് അങ്ങനെ ഒരു പരിവത്തിൽ ഞങ്ങൾ എറണാകുളം എത്തിട്ടോ. അപ്പൊ ഇവിടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാളും ലഗേജോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെരക്കാര് ഒച്ചകളുണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്തായതെന്ന് അങ്ങനെ വ്യക്തമായി പറയുന്നൊന്നുമില്ല. അപ്പൊ പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ. ഒമ്പതങ്ങളെ കണ്ടിട്ട് മൂസ അഭിപ്രായങ്ങളായിട്ടോ. അത് 9 അല്ലടാ. റൂമക്ക് പോട്ടോ. 40 വൈൻഡപ്പ് ചെയ്താ റൂം കുറച്ച് ലക്ഷറിയാണ്. ഇവിടെ AC തണുക്കുന്നുണ്ടോ? ആണിപ്പോ റൂം. അപ്പോ രണ്ടാമത്തെ വൈൻഡപ്പാണ്. അപ്പൊ ഇന്നത്തെ യാത്ര അറിയാലോ ഫുള്ള് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് കാണാൻ പറ്റില്ല നമുക്കൊന്ന് കൊടൈക്കനാല്. ഇന്നലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഗുണാക്കേവും പിന്നെ പൂണ്ടിയിലും കാണാൻ പറ്റി. ഇന്ന് വെറും ലേക്ക് മാത്രമേ കാണാൻ പറ്റി. പിന്നെ ഇവന് കുറച്ച് പെണ്ണുങ്ങളെയും സെറ്റായി. ചെക്കൻ കിടക്കാണ്ടില്ലേ? അപ്പൊ ഇൻഷാല്ലാ പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ. കൊടൈക്കനാൽ ട്രിപ്പിന്റെ അവസാന ഘട്ടം ഇതേപോലെ ആയിട്ടോ. ലോറിയിൽ കൊണ്ടുവേണ്ടി വന്നു അവിടെ ഷിഫ്റ്റ്. അത് മുമ്പ് എന്തിച്ചിട്ട് അയ്യോ അവസ്ഥകൾ പലവിധം.